Hello friends, hope all are you great and safe at home. It's me Shalu with you. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷുഡ്, മസ്റ്റ്, നീഡ്, മേ തുടങ്ങിയ കുറച്ച് സാധനങ്ങളാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ എക്സാമ്പിൾ. യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ എവറി ഡേ. എല്ലാ ദിവസവും നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കണം. വി ഷുഡ് ഗോ ടു ബെഡ് ഏർലി ടു നൈറ്റ്. നമ്മൾ രാത്രി നേരത്തെ കിടക്കണം. ഹീ ഷുഡ് അപ്പോളജൈസ് ഫോർ ഹിസ് മിസ്റ്റേക്ക്. അവൻ്റെ തെറ്റിന് ക്ഷമാപണം നടത്തണം. ഷീ ഷുഡ് സ്റ്റഡി ഹാർഡർ ഫോർ ദ എക്സാം. അവൾ പരീക്ഷയ്ക്ക് കഠിനമായി പഠിക്കണം. ദേ ഷുഡ് അറൈവ് ബൈ നൂൺ. ഉച്ചയാകുമ്പോഴേക്ക് അവർ എത്തണം. യു ഷുഡ് ആൾവേസ് ടെൽ ദ ട്രൂത്ത്. നിങ്ങൾ എല്ലായ്പ്പോഴും സത്യം പറയണം. വി ഷുഡ് ഹെൽപ്പ് ദ പുവർ. നമ്മൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കണം. ഹീ ഷുഡ് ലിസൺ ടു ഹിസ് പാരൻസ്. അവൻ്റെ മാതാപിതാക്കൾ പറയുന്നത് ശ്രദ്ധിക്കണം, കേൾക്കണം. യു ഷുഡ് വെയർ എ ജാക്കറ്റ്, ഇറ്റ്സ് കോൾഡ്. നീ തീർച്ചയായിട്ടും ഒരു ജാക്കറ്റ് ധരിക്കണം, കാരണം ഇപ്പോൾ നല്ല തണുപ്പാണ്. ഷീ ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ്. അവൾ കൂടുതൽ പച്ചക്കറികൾ ഭക്ഷിക്കണം, കഴിക്കണം. പീപ്പിൾ ഷുഡ് റെസ്പെക്റ്റ് അതേഴ്സ് ഒപ്പീനിയൻസ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആളുകൾ ബഹുമാനിക്കണം. യു ഷുഡ് വാക്ക് കെയർഫുള്ളി ഓൺ വെറ്റ് ഫ്ലോർസ്. നല്ല വഴുക്കുള്ള നനവുള്ള നിലത്തുകൂടെ ശ്രദ്ധാപൂർവം മാത്രമേ നീ നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ശ്രദ്ധാപൂർവം നീ നടക്കണം. ഹീ ഷുഡ് വിസിറ്റ് ഹിസ് ഗ്രാൻഡ് മദർ മോർ ഓഫൺ. അവൻ്റെ അച്ചമ്മയെ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിനെ, അമ്മമ്മയെ, മുത്തശ്ശിയെ എല്ലാ സമയത്തും സന്ദർശിക്കണം, അല്ലെങ്കിൽ മോർ ഓഫൺ എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയവും സന്ദർശിക്കണം. വി ഷുഡ് റീസൈക്കിൾ പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ വീണ്ടും അതിനെ ഉപയോഗിക്കണം, ഒരു ഉപയോഗം നടത്തണം, റീസൈക്കിൾ ചെയ്യണം. ദേ ഷുഡ് നോട്ട് ഇഗ്നോർ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്. അവർ ഒരിക്കലും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അവഗണിക്കാൻ പാടില്ല. യു ഷുഡ് സേവ് മണി ഫോർ ദി ഫ്യൂച്ചർ. നീ ഭാവിക്ക് വേണ്ടി നിൻ്റെ ഭാവിക്ക് വേണ്ടി പണം സേവ് ചെയ്ത് വെക്കണം. ഷീ ഷുഡ് നോട്ട് ലൈ ടു ഹെർ ഫ്രണ്ട്സ്. അവൾ ഒരിക്കലും അവളുടെ ഫ്രണ്ട്സിനോട് കളവ് പറയാൻ പാടില്ല. വൺ ഷുഡ് നോട്ട് ജഡ്ജ് അതേഴ്സ്. ഒരാൾ മറ്റുള്ള ആളെ വിലയിരുത്താൻ പാടില്ല. വൺ ഷുഡ് നോട്ട് ജഡ്ജ് അതേഴ്സ്. ഒരാൾ മറ്റൊരാളെ വിധിക്കരുത്. യു ഷുഡ് കീപ്പ് യുവർ പ്രോമിസസ്. നീ നിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കണം. നീ കൊടുത്ത വാഗ്ദാനങ്ങൾ നീ പാലിക്കണം. ദേ ഷുഡ് ട്രൈ ദെയർ ബെസ്റ്റ് ഇൻ ദ ഗെയിം. അവർ മത്സരത്തിൽ അവരുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം. വി ഷുഡ് പ്രാക്ടീസ് കൈൻഡ്നസ് ഡെയിലി. നമ്മളെല്ലാ ദിവസവും ഉദാരത, ദയ ഒക്കെ പരിശീലിക്കണം. എല്ലാ ദിവസവും അതൊക്കെ കാണിക്കണം, എല്ലായ്പ്പോഴും ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ്. ചിൽഡ്രൻ ഷുഡ് സ്ലീപ്പ് ഏർലി. കുട്ടികളൊക്കെ നേരത്തെ ഉറങ്ങണം. ഹീ ഷുഡ് സ്റ്റോപ്പ് സ്മോക്കിംഗ്. അവൻ പുകവലി നിർത്തണം. യു ഷുഡ് താങ്ക് ദം ഫോർ ദെയർ ഹെൽപ്പ്. നീ അവരെ നന്ദി ചെയ്യണം, അവരുടെ സഹായത്തിന്. വി ഷുഡ് ലീവ് നൗ ടു ബി ഓൺ ടൈം. സമയത്ത് എത്താൻ വേണ്ടി നമ്മളിപ്പോൾ തന്നെ ഇവിടുന്ന് പുറപ്പെടണം. ഇത് ഷുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സംഗതി ചെയ്യണം, പോകണം, പഠിക്കണം, ഒരു കൽപ്പന, ഒരു കമാൻഡ് ഓർഡറിന് യൂസ് ചെയ്യുന്നതാണ്. ഷുഡിൻ്റെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് വരിക. അത് ക്യാൻ്റെ കൂടെയും കുട്ടിൻ്റെ കൂടെയൊക്കെ വില്ലിൻ്റെ കൂടെയും ഒക്കെ ഫസ്റ്റ് ഫോമാണ് വരിക. അത്രേ ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് മസ്റ്റ്. ഷുഡിൻ്റെ മീനിങ് തന്നെ കുറച്ചും കൂടി ഒരു കമാൻഡിങ് അല്ലെങ്കിൽ ഓർഡർ, അതിനൊരു ഗ്രാവിറ്റി കൂടുന്നേ ഉള്ളൂ. ഓക്കെ. യു മസ്റ്റ് വെയർ എ ഹെൽമെറ്റ് വെൻ റൈഡിങ് എ ബൈക്ക്. നീ നിർബന്ധമായിട്ടും ഹെൽമെറ്റ് ധരിച്ചേ പറ്റുള്ളൂ ബൈക്ക് ഓടിക്കുമ്പോൾ. വി മസ്റ്റ് ഫോളോ ദ റൂൾസ്. നിയമങ്ങൾ നമ്മൾ പാലിച്ചേ മതിയാകും. ഹി മസ്റ്റ് സബ്മിറ്റ് ദ റിപ്പോർട്ട് ബൈ ടുമാറോ.
നാളെയോടുകൂടി അവൻ നിർബന്ധമായിട്ടും ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഹി മസ്റ്റ് സീ എ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി. ഉടനെ തന്നെ അവനൊരു ഡോക്ടറെ കണ്ടേ തീരുള്ളൂ. ആ ഷുഡിനേക്കാളും കുറച്ചും കൂടി ഡീപ്പാണ് ഒരു കമാൻഡ് അല്ലെങ്കിൽ ആ ഒരു കൽപ്പന. ദേ മസ്റ്റ് ക്ലീൻ ദെയർ റൂംസ് ബിഫോർ പ്ലേയിങ്. അവർ കളിക്കുന്നതിന് മുമ്പ് എന്താവണം, അവരുടെ റൂം വൃത്തിയാക്കിയേ പറ്റുള്ളൂ. യു മസ്റ്റ് നോട്ട് ടച്ച് ദാറ്റ് വയർ. നീ ഒരിക്കലും ആ വയർ തൊടാൻ പാടില്ല. എവറി വൺ മസ്റ്റ് അറ്റൻഡ് ദ മീറ്റിംഗ്. എല്ലാവരും മീറ്റിങ്ങിന് പങ്കെടുത്തേ പറ്റുള്ളൂ, വേറെ വർത്താനല്ല. ഹി മസ്റ്റ് വർക്ക് ഹാർഡർ ടു സക്സീഡ്. വിജയിക്കാൻ അവൻ കഠിനമായി അധ്വാനിച്ചേ പറ്റുള്ളൂ. വി മസ്റ്റ് ബി കെയർഫുൾ വിത്ത് ഫയർ. നമ്മൾ തീയോട് കളിക്കുമ്പം പ്രത്യേകം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. യു മസ്റ്റ് ടേക്ക് യുവർ മെഡിസിൻ ഡെയിലി. നിർബന്ധമായിട്ടും പറഞ്ഞ സമയത്ത് മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ. യു ഷുഡ് ടേക്ക് യുവർ മെഡിസിനേക്കാളും കുറച്ചും കൂടി കമാൻഡിങ് പവർ കൂടുതലുള്ളതാണ്. ദേ മസ്റ്റ് അറൈവ് ബിഫോർ ദ പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാൾ എത്തുന്നതിന് മുമ്പ് അവരെത്തിയേ പറ്റുള്ളൂ. വി മസ്റ്റ് കീപ്പ് അവർ എൻവിറോൺമെൻറ്റ് ക്ലീൻ. നമ്മുടെ ചുറ്റുപാട് നമ്മൾ നിർബന്ധമായിട്ടും വൃത്തിയായി സൂക്ഷിച്ചേ പറ്റുള്ളൂ. യു മസ്റ്റ് നോട്ട് ടെൽ എനി വൺ ദിസ് സീക്രട്ട്. നീ ഒരിക്കലും ആരോടും ഒരു കാരണവശാലും ഈ രഹസ്യം പറയാൻ പാടില്ല. സ്റ്റുഡൻസ് മസ്റ്റ് ബ്രിങ് ദെയർ ID കാർഡ്സ്. കുട്ടികൾ നിർബന്ധമായും അവരുടെ ID കാർഡ്സ് കൊണ്ടുവരണം. ഷീ മസ്റ്റ് സ്പീക്ക് ദ ട്രൂത്ത് ഇൻ കോർട്ട്. കോടതിയിൽ നിർബന്ധമായിട്ടും അവൾ സത്യം പറയണം, പറഞ്ഞേ തീരൂ. ഡ്രൈവേഴ്സ് മസ്റ്റ് ഫോളോ ട്രാഫിക് സിഗ്നൽസ്. എല്ലാ ഡ്രൈവർമാരും ട്രാഫിക് സിഗ്നൽ നിർബന്ധമായിട്ടും പാലിക്കണം. യു മസ്റ്റ് നോട്ട് ബി ലേറ്റ് അഗെയിൻ. ഇനി ഒരിക്കലും നീ വൈകി വരാൻ പാടില്ല. സോറി അഗെയിൻ. ആൾ എംപ്ലോയീസ് മസ്റ്റ് സൈൻ ഇൻ. എല്ലാ ജോലിക്കാരും നിർബന്ധമായിട്ടും ഒപ്പിടണം. വി മസ്റ്റ് സ്റ്റേ സ്ട്രോങ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതികരുത്തരായി സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റുള്ളൂ. നമ്മളങ്ങനെ നിൽക്കണം. വൺ മസ്റ്റ് റെസ്പെക്റ്റ് എൽഡേഴ്സ്. നിങ്ങളുടെ മുതിർന്നവരെ ബഹുമാനിക്കണം. ഒരാൾ അയാളുടെ മുതിർന്നവരെ ബഹുമാനിക്കണം. ഹി മസ്റ്റ് കോൾ ഹിസ് മം ടുഡേ. നിർബന്ധമായിട്ടും അവൻ അവൻ്റെ അമ്മയെ ഇന്ന് വിളിക്കണം. ദേ മസ്റ്റ് പേ ദ ബിൽ ബിഫോർ ലീവിങ്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് അവർ ആ ബില്ല് പേ ചെയ്തേ പറ്റുള്ളൂ. യു മസ്റ്റ് ബി ക്വയറ്റ് ഡ്യൂറിങ് ദ ടെസ്റ്റ്. പരീക്ഷ നടക്കുമ്പോൾ ദയവേത് അടങ്ങിയിരിക്കണം, ഒച്ചപ്പാടുണ്ടാക്കരുത്, ശാന്തമായിരിക്കണം. യു മസ്റ്റ് ബി ക്വയറ്റ് ഡ്യൂറിങ് ദ എക്സാം അല്ലെങ്കിൽ ടെസ്റ്റ്. ഓക്കേ. വി മസ്റ്റ് സേവ് ഇലക്ട്രിസിറ്റി. നമ്മൾ നിർബന്ധമായിട്ടും കറണ്ട് ലാഭിക്കണം. ദ ടീം മസ്റ്റ് വിൻ ദിസ് മാച്ച്. ഈ ടീം ജയിച്ചേ പറ്റുള്ളൂ, എന്തായാലും ജയിക്കണം. നെക്സ്റ്റ് നമ്മൾ മേ എന്ന് പറഞ്ഞാൽ ഒരു സാധ്യത. യു മേ ലീവ് ഏർലി ടുഡേ. നിനക്ക് എന്ത് ചെയ്യാം, ഇന്ന് നേരത്തെ പോകാം. മേ ഐ ബോറോ യുവർ പെൻ. നിൻ്റെ പേന ഞാനൊന്ന് എടുത്തോട്ടെ. ഹി മേ കം ടു ദ പാർട്ടി. അവനൊരു പക്ഷേ പാർട്ടിയിലേക്ക് വന്നേക്കാം. ഷീ മേ ബി ബിസി റൈറ്റ് നൗ. അവൾ ഒരു പക്ഷേ ഇപ്പോൾ ബിസി ആയിരിക്കും. വി മേ ഗോ ഓൺ എ ട്രിപ്പ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ചിലപ്പോൾ ഞങ്ങളൊരു ടൂർ പോകാൻ സാധ്യതയുണ്ട്. ദേ മേ കോൾ യു ലേറ്റർ. അവർ നിന്നെ പിന്നീട് വിളിച്ചേക്കാം. ഇറ്റ് മേ റെയിൻ ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം മഴ പെയ്യാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. മേ ഐ സ്പീക്ക് വിത്ത് ദി മാനേജർ. ഞാൻ മാനേജറോട് ഒന്ന് സംസാരിച്ചോട്ടെ. യു മേ നോട്ട് ലൈക്ക് ദിസ് ഫുഡ്. ഈ ഭക്ഷണം നിനക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഹി മേ ബി ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ ജോബ്. ഈ പണിക്ക് ഏറ്റവും നല്ല ആൾ അദ്ദേഹമാവാനാണ് സാധ്യത. ഷീ മേ നോട്ട് നോ ദ ആൻസർ. അവൾക്ക് ഒരു പക്ഷേ ഉത്തരം അറിയുമായിരിക്കില്ല. മേ ഐ ഹെൽപ്പ് യു വിത്ത് യുവർ ബാഗ്സ്. നിങ്ങളുടെ ബാഗും സാമാനങ്ങളും ഒക്കെ എടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിച്ചോട്ടെ. വി മേ നീഡ് മോർ ടൈം. ചിലപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടി വരും. ദ ട്രെയിൻ മേ ബി ലേറ്റ്. ട്രെയിൻ ഒരുപക്ഷെ വൈകാൻ സാധ്യതയുണ്ട്. ദിസ് മേ ടേക്ക് എ വൈൽ. ഇത് കുറച്ച് സമയമെടുക്കും. മേ ഐ ഓപ്പൺ ദ വിൻഡോ. ഞാൻ ഈ ജനാല ഒന്ന് തുറന്നോട്ടെ. ഹി മേ ഓൾറെഡി ബി ഗോൺ. അവനൊരു പക്ഷേ നേരത്തെ തന്നെ പോയി കാണും. ഹി മേ ജോയിൻ അസ് സൂൺ. അവൻ ഉടനെ തന്നെ നമ്മളോടൊപ്പം ചേർന്നേക്കാം. യു മേ എൻജോയ് ദിസ് മൂവി. ഒരു പക്ഷേ നിങ്ങൾ ഈ സിനിമ ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നു. ഷീ മേ ബിക്കം
ക്വൈ എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അവൾ ഒരുപക്ഷെ ഒരു വലിയ കലാകാരി ആയേക്കാം. ഐ മേ ഫോഗറ്റ് യുവർ ബർത്ത്ഡേ. ഒരുപക്ഷെ ഞാൻ നിൻ്റെ ബർത്ത്ഡേ മറന്നു പോയേക്കാം. മേ ഐ സിറ്റ് ഹിയർ. ഞാൻ എവിടെ ഒന്ന് ഇരുന്നോട്ടെ. വി മേ വിൻ ദ പ്രൈസ്. ഒരുപക്ഷെ നമുക്ക് പ്രൈസ് അടിച്ചേക്കാം. ഹി മേ ബി ആംഗ്രി വിത്ത് മീ. അവൻ ഒരുപക്ഷെ എന്നോട് ദേഷ്യം പിടിക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ് മേ ബി ട്രൂ ആഫ്റ്റർ ആൾ. അവസാനം ഇത് സത്യമാവാൻ സാധ്യതയുണ്ട്. ഇത് പൊതുവേ എന്തെങ്കിലും ഒരു കണ്ടീഷനിൽ ആളുകളൊക്കെ ഒരുപാട് ഡൗട്ട്ഫുള്ളായിട്ട് സസ്പീഷ്യസ് ആയിട്ട് സംശയിച്ച് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം യാഥാർത്ഥ്യം വെളിപ്പെടുന്ന ഒരു സന്ദർഭം, അതിനെക്കുറിച്ച് പറയുന്നതാണ് ഇറ്റ് മേ ബി ട്രൂ ആഫ്റ്റർ ആൾ. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഇത് സത്യമാവാനാണ് സാധ്യത. ഓക്കെ, നെക്സ്റ്റ് യു നീഡ് ടു സ്ലീപ്പ് മോർ. നിങ്ങൾ കുറച്ചും കൂടി ഉറങ്ങേണ്ടതുണ്ട്. നേരത്തെ ഷുഡ് മസ്റ്റൊക്കെ പറഞ്ഞ ഒരു കമാൻഡാണ്, നിങ്ങൾ ഉറങ്ങണം, ഉറങ്ങിയേ പറ്റൂ. ഇത് അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു അഡ്വൈസ്. യു നീഡ് ടു സ്ലീപ്പ് മോർ. നിങ്ങൾ കുറച്ചും കൂടി ഉറങ്ങണം, നിങ്ങൾക്ക് കുറച്ചുകൂടി ഉറക്കം ആവശ്യമുണ്ട്. വി നീഡ് ടു ടാക്ക്. നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഹി നീഡ്സ് ഹെൽപ്പ് വിത്ത് ഹിസ് ഹോംവർക്ക്. അവൻ്റെ ഹോംവർക്കായി ബന്ധപ്പെട്ട് അവന് ഒരു സഹായം ആവശ്യമുണ്ട്. ഷീ നീഡ്സ് ടു റെസ്റ്റ്. അവൾക്ക് റെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. ദേ നീഡ് എ ബ്രേക്ക്. അവർക്ക് ചെറിയൊരു ബ്രേക്ക് വേണം. യു നീഡ് ടു ഈറ്റ് സംതിങ്. നീ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. വി നീഡ് മോർ ചെയർസ്. നമ്മൾക്ക് കൂടുതൽ കസാരകൾ വേണം. ഹി നീഡ്സ് ടു ഫോക്കസ്. അവനൊന്ന് ഫോക്കസ് ചെയ്യണം. അവൻ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഷീ നീഡ്സ് എ ന്യൂ ഫോൺ. അവൾക്കൊരു പുതിയ ഫോൺ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവൾക്കൊരു പുതിയ ഫോൺ വേണം. ദേ നീഡ് ടു ലീവ് നൗ. അവർക്ക് ഇപ്പോൾ ഇവിടുന്ന് വിട്ടു പോകേണ്ടതുണ്ട്. ദേ നീഡ് ടു ബി പേഷ്യൻ. യു നീഡ് ടു ബി പേഷ്യൻ. നീ അല്പമൊക്കെ ക്ഷമ കാണിക്കണം. വി നീഡ് ടു ക്ലീൻ ദ റൂം. നമുക്ക് ഈ റൂം ഒന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. ഹി നീഡ്സ് ടു പ്രാക്ടീസ് എവറി ഡേ. അവൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഷീ നീഡ്സ് ടു സ്പീക്ക് ലൗഡർ. അവൾക്ക് ഉച്ചത്തിൽ സംസാരിക്കണം. ആ ഹീ ഷീ ഇറ്റ് സോനോ എന്ന് പറഞ്ഞ സിംഗുലർ വരുമ്പോൾ വെർബിൻ്റെ കൂടെ ഒന്ന് എസ്സൊക്കെ ആവും, കാര്യമാക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ദേ വന്നേരം നീഡല്ലേ ഉള്ളേ. അപ്പോൾ നീഡ്സ് വരുമ്പോൾ ഒക്കെ മിക്കവാറും നിങ്ങൾ നോക്കുക ഹീ ഷീ ഇറ്റ് സച്ച് രാജു ആ കോമ്പിനേഷനായിരിക്കും വരിക. അപ്പോൾ ദേ നീഡ് സപ്പോർട്ട്. അവർക്ക് ദേ നീഡ്സ് എന്ന് പറയണ്ട, അവർക്ക് പിന്തുണ വേണം. യു നീഡ് ടു കാം ഡൗൺ. നീ എന്താവണം, ഒന്ന് ശാന്തമാവണം. വി നീഡ് ടു സേവ് മണി. നമ്മൾ പൈസ എന്താക്കണം, സേവ് ചെയ്യണം. ഹി നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ റൂൾസ്. നിയമങ്ങളൊക്കെ അവനൊന്ന് മനസ്സിലാക്കണം. ഷീ നീഡ്സ് ടു ബി മോർ കോൺഫിഡൻസ്. അവൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആത്മവിശ്വാസമുള്ളവളാവണം. ദേ നീഡ് ടു അപ്പോളജൈസ്. അവർ ഒരു ക്ഷമാപണം നടത്തേണ്ടതുണ്ട്. അവർക്ക് ക്ഷമാപണം നടത്തണം. ദേ നീഡ് എ പാസ്പോർട്ട് ടു ട്രാവൽ. അവർക്ക് യാത്ര ചെയ്യാൻ ഒരു പാസ്പോർട്ട് വേണം. വി നീഡ് ടു പ്രിപ്പയർ ഫോർ ദ എക്സാം. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം. ഹി നീഡ്സ് ടു ഇംപ്രൂവ് ഹിസ് ബിഹേവിയർ. അവൻ്റെ സ്വഭാവം ഒന്ന് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഷീ നീഡ്സ് ടു ഡ്രിങ്ക് മോർ വാട്ടർ. അവൾ കൂടുതൽ വെള്ളം കുടിക്കേണ്ടത്. നേരത്തെ നമ്മൾ ഷീ ഷുഡ് പറഞ്ഞു, ആ കുടിക്കണം കുറച്ചും കൂടി ഒരു കമാൻഡാണ്. ഷീ മസ്റ്റ് തന്നെ അവർ എന്തായാലും കുടിച്ചേ പറ്റുള്ളൂ. ഇത് ജസ്റ്റ് ഒരു അഡ്വൈസ്, അത്ര ഒരു ഗ്രാവിറ്റി ഇല്ല. യു നീഡ് ടു ട്രസ്റ്റ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ ഒന്ന് വിശ്വസിക്കണം. ഓക്കെ, ഇപ്പം നീഡാവട്ടെ, മേയാവട്ടെ, ഷുഡാവട്ടെ, മസ്റ്റാവട്ടെ, ഇതിൻ്റെയൊക്കെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ചേർക്കുക. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഫൈൻ, താങ്ക് യു.